വേനൽക്കാലമല്ലേ, മാംഗോയുടെ സീസൺ ആയിരിക്കില്ലേ. മാങ്ങയും ചക്കയും ഒക്കെ ഒരുപാട് കിട്ടുന്ന സീസണാണ്. അപ്പോൾ കുറച്ച് നല്ല അൽഫോൺസ മാംഗോ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാംഗോ ലസ്സി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ആകെ 2 മാങ്ങയും ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. കിടുക്കാച്ചി സാധനമാണ് കേട്ടോ, സമ്മർ സ്പെഷ്യൽ മാംഗോ ലസ്സി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പോൾ ഇതെങ്ങനെ ഒരു വലിയൊരു ബോക്സാണ് വാങ്ങിക്കൊണ്ടുവന്ന്, ബാക്കിയൊക്കെ സത്യം പറഞ്ഞാൽ അത്രയും മധുരമായി ആയിരുന്നു. അപ്പോൾ ആകെ 2 ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചല്ലോ മാംഗോ ലസ്സി ഉണ്ടാക്കുന്നത് വെച്ചു. അതിന് മുമ്പ് ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ഈ മാംഗോ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര ചൂടാണ്. നോർമലി നമുക്കിപ്പോൾ പുറത്ത് ഭയങ്കര ചൂടുമാണ്, ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഗർഭിണിയും കൂടി ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ കഴിക്കുമ്പോൾ ചൂട് കൂടുതലായിട്ട് എനിക്ക് ലൂസ് മോഷൻ 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. പറയാൻ ഞാൻ ഒരു മാങ്ങയൊക്കെ കഴിക്കാറുള്ളൂ, പക്ഷേ ഭയങ്കര ചൂട് കാരണം മറ്റേ ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ ട്രിപ്പാണ് ഇങ്ങനെ നമുക്ക് ചൂടധികം ശരീരത്തിൽ മാങ്ങയുടെ ചൂട് കളയാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നല്ല വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം മുക്കി വയ്ക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് മോഷൻ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. സോ അതപ്പോൾ ഞാനൊരു അരമണിക്കൂറും കഴിഞ്ഞതിന് ശേഷം ഇത് മാംഗോ പീൽ ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. സ്കിന്നൊക്കെ കളഞ്ഞ് 2 മാങ്ങയുള്ളൂ, അതുകൊണ്ട് കുറച്ച് സ്മൂത്തി എനിക്ക് കിട്ടിയുള്ളൂ, ലസ്സി എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ നല്ല തിക്കായിരിക്കും. 2 നല്ല കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജാറിലേക്ക്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, 3 ഇൻഗ്രീഡിയൻസ് മതി ഇതിലേക്ക്. ഇത് കട്ട് ചെയ്ത് 2 മാങ്ങ ഞാൻ ഇതിപ്പോൾ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ മാംഗോ സ്മൂത്തി അടിക്കുന്നതിനെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നോർമൽ ലസ്സി ശരീരത്തിന് തണുപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം മാംഗോ ഇട്ടതിന് ശേഷം ഇത് എത്രയേ ഉള്ളൂ, ആവശ്യത്തിന് മധുരം ചേർക്കുക. ഓൾറെഡി മാംഗോ നല്ല മധുരമുള്ള മാംഗോ ആണ്. കുറച്ച് മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ അൽഫോൺസയൊക്കെ നല്ല മധുരമാണ്, നല്ല പഴുത്ത് കഴിഞ്ഞാൽ അത്രയും സ്വീറ്റാണ്, വെറുതെ തന്നെ കുറേ തിന്നാം, അത്രയും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ, നാട്ടിലത്തെ മാങ്ങയൊക്കെ നല്ല മധുരമായിരിക്കുമല്ലോ, നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു കുഞ്ഞി കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മിൽക്കി മിസ്റ്റ് പോലത്തെ തൈര് അല്ലെങ്കിൽ പാക്കറ്റ് തൈരൊക്കെ വാങ്ങിക്കുക. ഒഴിച്ച തൈരൊക്കെ പുളിച്ച തൈരുകളൊന്നും യൂസ് ചെയ്യരുത്, പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്കൊരു ഏലക്കാപ്പൊടിയോ, ഞാൻ ഫ്രഷ് ഏലക്കയാണ് ഇടുന്നത്, ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിരിക്കണം. ഞാൻ സാധാരണ സ്റ്റീൽ കപ്പിലേക്കൊക്കെയാണ് കേട്ടോ ഒഴിവാക്കാൻ പോകുന്നത്. അവിടെ ഭയങ്കര കപ്പും കാര്യങ്ങളൊന്നുമില്ല, കപ്പ് ആൻഡ് സോസസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാനിതേ സാധാരണ ഈ കപ്പിലേക്ക് തന്നെ ഒഴിവാക്കാൻ പോകണം. അത് കണ്ടോ നല്ല തിക്കാണ്, വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ, അങ്ങനെയാണ് അരയ്ക്കേണ്ടത്. കുറച്ച് തൈര് അധികം വേണ്ടവർക്ക് അധികം ചേർക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. കാരണം ഐസ് ക്യൂബ് ഇട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നേരെ അപ്പം തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഐസ് ക്യൂബ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നേരെ ഫ്രിഡ്ജിലേക്ക് ഒരു 2 അവർ വെച്ചിരിക്കുകയാണ്. ഇവൻ ഈ ഒരു ലെവലിലാണ് കട്ടി കിട്ടുന്നത്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ചും കൂടെ തണുപ്പോടെ കട്ടിയായി വന്നിട്ടുണ്ട്. തിക്നെസ് കൂടുതലാണെന്ന് വിചാരിച്ച് ആരും ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഐസ് വാട്ടറോ വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കരുത്, അത് പിന്നെ ഒരു ജ്യൂസ് പോലെ ആയിപ്പോവും. ലസ്സി എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കോടുകൂടെ കഴിക്കണം. നമ്മൾ നോർമൽ ലസ്സി ഉണ്ടാക്കും കേട്ടോ, ജസ്റ്റ് കേർഡിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. അതും അത്രയും ശരീരത്തിന് തണുപ്പും കാര്യങ്ങളും തരുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയങ്ങളിൽ ഇങ്ങനത്തെ സമ്മർ ഡ്രിങ്ക്സൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസൊക്കെ പൊളിച്ചിട്ടിരിക്കണം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കാഷ്യൂ, ബദാം എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ആക്ച്വലി ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, പക്ഷെ നമുക്കത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്. ഒരുപാട് കഴിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, അത്രയും സ്വീറ്റായിട്ടുള്ള സംഭവങ്ങളാണ്, നമുക്ക് വയറ് നിറയുന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ ഈ സമ്മറിൽ മാംഗോ സീസൺ അല്ലേ, നാട്ടിലൊക്കെ മാംഗോ ഒരുപാട് കിട്ടുന്ന സീസണാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.